നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP-യുടെ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡൻറ്റും സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. നമസ്കാരം സാർ. നമസ്കാരം. 3 MLA-മാർ ചരിത്രത്തിലാദ്യമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് കടക്കുകയാണ്. എന്തു തോന്നുന്നു സാർ? ഈ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശയും ഘടനയും മാറുകയാണ്. അങ്ങനെ മാറുന്ന ദിവസമാണ് ഇന്ന്. കാരണം 3 പേർ എന്ന് പറയുമ്പോൾ നിസ്സാരരായ 3 പേരല്ല. 2 പേർ കേന്ദ്രമന്ത്രിമാരായിരുന്നു, നല്ല പാർലമെൻറ്റേറിയന്മാരാണ്, പൊളിറ്റിക്സിൽ തന്നെ വളരെയേറെ സീനിയേഴ്സാണ്. എന്നാൽ ഗോപകുമാർ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് 2 മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതം എന്ന് അവർക്ക് തോന്നിച്ച ഒരു വിജയം കരസ്ഥമാക്കിയ ആളാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ മാറാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിക്കാൻ പോകുന്ന ഇടതുപക്ഷമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോയാൽ ഇവരൊരു മുന്നണിയാണല്ലോ. അതുകൊണ്ട് നയപരിപാടികളിലും പോളിസി മാറ്റേഴ്സിലും LDFന് പ്രതിപക്ഷമാകാൻ പറ്റില്ല, പക്ഷേ BJPക്ക് സാധിക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷം എന്താണ് എന്ന് മലയാളികൾ കാണാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യമാണ് ഈ 3 MLA-മാർ സംസ്ഥാന നിയമസഭയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ 2 ആശയങ്ങൾ തമ്മിലുള്ള സംഘടന നടക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം സമാനമായ ഒരു ആശയത്തിലേക്ക് എത്തി. LDFനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് എന്ന തലത്തിൽ നിന്ന് റൈറ്റ് എന്ന കോൺഗ്രസിൻ്റെ ഏകദേശം സമാനമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, ഇപ്പോൾ കളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 2 സമാന ആശയഗതിക്കാർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും വരികയാണ്. അപ്പം BJP ഒരു മുഖ്യ പ്രതിപക്ഷമാകുന്നു. 2031 ഈ സാധ്യത BJP അധികാരത്തിലെത്തിക്കും എന്ന് തീർച്ചയായിട്ടും ബംഗാളിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ബംഗാളിൽ ആദ്യം 3 പേരാണ് MLA-മാരായി അസംബ്ലിയിലെത്തിയത്. തൊട്ടടുത്ത ഇലക്ഷനിൽ അത് 77 പേരായി. കേരളത്തിൽ 71 പേരുടെ ഭൂരിപക്ഷമായി. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്, ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതായത് നിയമസഭയ്ക്കുള്ളിൽ BJPയെ നേരിടാൻ ഇവർക്ക് ഒന്നിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ജനങ്ങളെ സ്വാധീനിക്കും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ BJP ഒരു വശത്തും ഇന്ത്യ മുന്നണി മറുവശത്തും എന്നുള്ളത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ വ്യക്തമാവും. അപ്പോൾ അടുത്ത ഇലക്ഷൻ ഒരു വശത്ത് NDAയും മറുവശത്ത് ഇന്ത്യ സഖ്യവുമായിരിക്കും. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു സാധ്യതയാണ്. നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ലീഗിൻ്റെ ഒരു സ്വഭാവത്തിൽ കാര്യമായ രീതിയിലൊരു പരിവർത്തനം ഉണ്ടായതിന് ശേഷം സംഭവിച്ച ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ പുതിയ മന്ത്രിമാർ ലീഗിൻ്റെ തന്നെ ഇപ്പം KM ഷാജി മന്ത്രിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലീഗിൻ്റെ ഒരു സ്വഭാവം കൂടി മാറുന്നു. ഒപ്പം വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്തോ സ്ഥാപിക്കുവാൻ കൂടി ശ്രമം നടത്തുന്നുണ്ട്. ഇത് എങ്ങനെയായിരിക്കും BJPയെ സ്വാധീനിക്കുക? BJPയുടെ മുന്നോട്ടുള്ള വഴിയിൽ ഇത് എങ്ങനെയായിരിക്കും? നമുക്കൊരു വഴി മരുന്നായിട്ട് മാറുമോ? അതൊരു വഴി തുറക്കലായിട്ട് മാറുമോ? അതോ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ഇതൊരു വഴി തുറക്കലായിട്ട് മാറും. അതിൻ്റെ കാരണമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർ വളരെ പ്രിപ്പയർഡാണ്. ഇത്തവണ നോക്കൂ, സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിമാരും തുർക്കി തൊപ്പി വെച്ചില്ല. ഒരു മുസ്ലിം ലീഗ് MLA-മാരും എൻ്റെ അറിവിൽ, ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഈ സത്യപ്രതിജ്ഞ കണ്ടില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് ഉറക്കെ പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, വന്ദേമാതരത്തെ എതിർത്തില്ല. അപ്പോൾ ഇതൊന്നും ഇവർ മനസ്സായിട്ട് ചെയ്തതല്ല, തന്ത്രപൂർവ്വം ചെയ്തതാണ്. അതായത് കേരളത്തിൻ്റെ പൊതു മനസ്സ് ഞങ്ങൾക്കെതിരാണെന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ക്രൈസ്തവ ഹൈന്ദവ ഐക്യമുണ്ടായാൽ, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു വിമോചന സമരമുണ്ടായതുപോലെ ക്രൈസ്തവ ഹൈന്ദവ വോട്ടർമാർ ഒന്നിച്ച് വോട്ട് ചെയ്താൽ ഇസ്ലാം അധികാരത്തിൻ്റെ പുറത്തു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വളരെ മൈൽഡായിട്ടുള്ള ഒരു മുഖംമൂടി അവർ അണിയുകയാണ് ഇപ്പം. അതുകൊണ്ടാണ് തൊപ്പി വെക്കാതെ, അള്ളാഹുവിൻ്റെ പേരുപയോഗിക്കാതെ വളരെ സൗമ്യമായ മതേതരത്വ മുഖം അവർ അഭിനയിക്കുന്നത്. പക്ഷേ എന്താണ് ഹാർഡ് കോർ എന്നുള്ളത് കൃത്യമായിട്ട് സംസ്ഥാന സെക്രട്ടറി, അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MLA ആയ ഇപ്പോൾ മന്ത്രിയായ KM ഷാജി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത് BJPക്കൊരു
പാത തുറക്കലാകുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറുഭാഗത്ത് ഇപ്പോൾ ദേശീയ തലത്തിൽ കൂടി മറ്റൊരു ഗൂഢാലോചനയ്ക്ക് കളമൊരുങ്ങുകയാണ് എന്ന് തോന്നുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി പുതിയ ഒരു ആസൂത്രണവുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജൻസികളെ എങ്ങനെയെങ്കിലും, യുവാക്കളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ കുടക്കീഴിലാക്കുക എന്നത്. ആദ്യം അവർ ഇന്ത്യ മുന്നണി, ആദ്യം അവർ കോൺഗ്രസും സഖ്യകക്ഷികളായി വന്നു, പിന്നീട് അവർ ഇന്ത്യ മുന്നണിയായി, പിന്നീട് ഇത് നടക്കില്ല എന്നായപ്പോൾ, അതായത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നതിന് കോൺഗ്രസ്സിന് ഒരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ പിന്നീട് ഇത്തരത്തിലുള്ള ജൻസികളെ ഏതെങ്കിലും തരത്തിൽ കൂടെ കൂട്ടാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് നോർവേയിൽ നിന്നുള്ള ഹെലാലിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു ചില ഗൂഢാലോചനകൾ ഇതിനകത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്? അത്തരത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമം കോൺഗ്രസ്സിനകത്ത് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ ഡ്രസ് കോഡ്. ജെൻസി ഡ്രസ് കോഡാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ഇന്ത്യക്കകത്തും പുറത്തും എവിടെയാണെങ്കിലും ഇടപെടലുകൾ അത് ജെൻസി ഇടപെടലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ജനപിന്തുണ, അദ്ദേഹം പഴയ കാല സമൂഹത്തിലായിരുന്നെങ്കിൽ ഒരു കുറ്റവാളിയായിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയാണ്, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം എന്താ, ആ ജെൻസി മൈൻഡ് സെറ്റ് ഇവിടെ കൊണ്ടുവരികയാണ്. പക്ഷേ ഈ പിണറായി വിജയൻ പറയാറുണ്ട് ഇത് കേരളമാണെന്ന്. ഞാൻ പറയുന്നത് ഇത് ഭാരതമാണ്. കാരണം വള്ളത്തോൾ പഴയ കവിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇന്നും പുതിയതാണ്. ത്വസ്തഭുവനമാം ധാഷ്ട്യമേ നിൻ തല എത്ര പരത്തെ ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കുന്നതൊക്കെ ചവിട്ടിയാഴ്ത്താൻ. ഇത് പഴയ കവിവാക്യമല്ല, ഇതിവിടെ പ്രായോഗികമാക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, വേടൻ ഇവിടെ വന്നു, കുറേ പാട്ടുപാടി, ആയിരങ്ങളെ അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിച്ചു. ഞാനോർത്ത് വേടനെ ഇലക്ഷനിൽ നിർത്തി മന്ത്രിയാക്കുമെന്ന്. ആരും വേടനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. പിഷാരടിയൊക്കെ സ്ഥാനാർത്ഥിയാക്കി, പക്ഷേ വേടനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? വേടനെ അടിച്ച് നിരപ്പാക്കി കളഞ്ഞു കേരളം. അതിന് നന്ദഗോവിന്ദം ഭജൻസ് മതിയായിരുന്നു. അപ്പോൾ വേടൻ കൊണ്ടുവന്ന ഒരു വലിയ കോളിളക്കം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ കോളിളക്കത്തോടുകൂടി ആത്മീയമായി, ആധ്യാത്മികമായി, ഭാരതീയമായി, സാംസ്കാരികമായി തിരിച്ച് പ്രതിരോധിക്കാനും അതിജീവിക്കാനും നന്ദഗോവിന്ദം ഭജൻസിന് സാധിച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ സ്വാധീനം ക്രിസ്ത്യൻ പള്ളികളിൽ വരെ എത്തി. ഇപ്പം നന്ദഗോവിന്ദം മോഡൽ ഭജന ക്രിസ്ത്യൻ പള്ളികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരതത്തിൽ ഈ ജെൻസി നടക്കില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് കേരളത്തിൽ ഇത് വിജയിച്ചത്. കേരളത്തിൽ വേടനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ ഭാരതത്തിൽ ജെൻസിയെ പ്രതിരോധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു കൾച്ചറൽ റിപ്പീറ്റേഷൻ പോലെ തോന്നുന്നു. എല്ലാ കാലത്തും ഇത് സംഭവിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരുദേവി എന്ന് പറയുന്നിടത്തു നിന്ന് പിന്നീട് രാമയിലേക്ക് എഴുത്തച്ഛനിലൂടെ വന്നതുപോലെ ഇത്തരത്തിൽ ഒരു അനാർക്കിസം ഉണ്ടാവുകയും ആ അനാർക്കിസത്തിൻ്റെ ഒരു ഏകദേശം ഒരു പീക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അതിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് പിന്നീട് വീണ്ടും നമ്മൾ എന്താണോ ആധ്യാത്മികമായ ദർശനം, ഭാരതീയമായ ദർശനം, അതിലേക്ക് മടങ്ങി വരുന്ന ഒരു നമുക്ക് അദൃശ്യമായ ഒരു ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അദൃശ്യം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. അതായത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഒരു റിബല്യൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സംഘടന കാണും, അതിനൊരു നേതാവ് കാണും, അതിൻ്റെ പിറകിലൊരു മിലിറ്റൻസി, ആ ഒരു ശൈലിയുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും അങ്ങ് വരികയാണ്. അതായത് ഇവിടുത്തെ മതപരിവർത്തനങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് വളരെ ശാന്തമായിട്ട് സത്യസായി ബാബ, അതുപോലെ ഷിർദി സായി ബാബ, ആ മാതാ അമൃതാനന്ദമയി, ശ്രീ രവിശങ്കർ, എത്ര പേരാണ് വരുന്നത് എല്ലാ പ്രദേശത്തു നിന്നും. ഇപ്പോൾ കണ്ടില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സദ്ഗുരു കോയമ്പത്തൂർ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ മതപരിവർത്തന ശക്തികൾ എവിടുന്നാണോ പുറപ്പെട്ടത് ആ യൂറോപ്പിലും അമേരിക്കയിലും ചെന്ന് അങ്ങോട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാരതത്തിൻ്റെ മേൽ ഒരു ചെറിയ ഒരു ആക്ഷേപം ചൊരിഞ്ഞാൽ അത് 10,000 മടങ്ങ് തിരിച്ചടിക്കുകയാണ് അവൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ ഇതാണ് ഭാരതത്തിൻ്റെ പവർ എന്നൊക്കെ പറയുന്നത്. ആരും ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓർഗനൈസ് ചെയ്യേണ്ട കാര്യമില്ല, സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പണ്ടൊക്കെ നമ്മൾ പറയും സ്വയംഭൂ എന്ന് പറയില്ല, സ്വയംഭൂവാണ്. ആ സ്വയംഭൂവിനോട് ഏറ്റുമുട്ടാൻ പറ്റിയ കരുത്ത് ലോകത്തൊരു ശക്തിക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വിജയിലേക്ക് പോയാൽ അതിപ്പോൾ ഭാരതം ഈ രീതിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ കരുത്ത് വീണ്ടെടുത്തുകൊണ്ട് അതിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ സ്വാഭാവികമായി തന്നെ സഞ്ചരിക്കും. പക്ഷേ ഇവിടെ നിന്നിപ്പോൾ നമുക്ക് വിജയിയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയ് ഈ സമയത്തും എൽ ടി ടിയെ പിന്തുണയ്ക്കുകയും പ്രഭാകരനെ അനുസ്മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽ ടി ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വിജയ്ക്ക് പിന്തുണയൊരുക്കുന്നത്
രാഹുൽ ഗാന്ധിയാണ്. ജെയിൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെക്കുറിച്ചുള്ള സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നരസിംഹറാവുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ചന്ദ്രസ്വാമിയുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 80 കോടി രൂപയോളം LTTയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും അത്തരത്തിൽ പല രീതിയിലുള്ള ഗൂഢാലോചനകൾ രാജീവ് ഗാന്ധി മരിക്കുന്നതിന് 3 വർഷം പിന്നിലും രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം 3 വർഷം മുന്നിലേക്കുള്ള ഫയലുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നന്നേ തന്നെ ഇപ്പോൾ ഈ LTTയെ അനുസ്മരിക്കുന്ന പ്രഭാകരനെ അനുസ്മരിക്കുന്ന വിജയുടെ ഒപ്പം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പുതിയ പേരുകൾ എഴുതി ചേർക്കേണ്ടി വരുമോ, അതോ നട്ടലില്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ അച്ഛനോടും ഭാരതത്തിനോടുമുള്ള സ്നേഹത്തിൻ്റെ അപര്യാപ്തതയാണോ ഇതിൻ്റെ പിന്നിലെ കാരണം? ഇതൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ടയാണ് ഉള്ളത്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. കൂടെ ഒരു നേതാവും മരിച്ചില്ലല്ലോ. രാജീവ് ഗാന്ധി മാത്രം മരിച്ചു. അജണ്ടയായിരുന്നു. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ട ഒരു നേതാവും അന്ന് ജീവൻ നഷ്ടപ്പെടുത്താതെ മാറി നിന്നത് എന്തുകൊണ്ട്? കറക്റ്റായിട്ടുള്ള അജണ്ടയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കുന്ന സംഭവം 60 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് മന്ത്രി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം. അതായത് കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ അതിന് ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. വിജയുടെ പിന്നിലുള്ള ജോസഫും അതുപോലെ രാജീവ് ഇവരുടെയൊക്കെ പിന്നിലുള്ള മാമോദീസ പേരുകളും ഒന്നാണ്. ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെയാണ്. പക്ഷേ ഇത് നേരത്തെ ഒന്ന് പരീക്ഷിച്ചാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ. FCRA അക്കൗണ്ടുകൾ പിടിമുറുക്കിയ ദിവസം സ്വിച്ചിട്ട പോലെ തീർന്നുപോയി ആ പാർട്ടി. എന്ന് പറയുന്ന പോലെ ചില അന്താരാഷ്ട്ര അജണ്ടകൾ ഇപ്പോഴും സജീവമാണ്, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മേൽ. കാരണം കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് ഭാരതം ലോകരംഗത്ത് നടത്തിയ വലിയ കുതിച്ചുചാട്ടം, അത് ആയുധരംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, അതിനേക്കാളൊക്കെ ഉപരി രാഷ്ട്രീയ രംഗത്ത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഉക്രൈൻ റഷ്യൻ വാർ നടത്തുമ്പോൾ ഉണ്ടായ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ ആരുടെ പക്ഷത്താണ്? ഇന്ത്യ നരേന്ദ്ര മോഡി ഭരിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അറിയാതെ ചാടി ആൻസർ ചെയ്തു പോകുമായിരുന്നു. ഏതെങ്കിലും ഒരു പക്ഷം ചേരണമല്ലോ എന്നൊരു ചോദ്യമാണല്ലോ. ഇന്ത്യ എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ പക്ഷത്താണ്. കാരണം ഇന്ത്യയുടെ പക്ഷത്താണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇപ്പോൾ ഭാരതത്തിനുണ്ട്. ഇത് പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവരെന്തും ചെയ്യും. യൂറോപ്യൻ സെൻട്രിക് വേൾഡിൽ നിന്ന് അമേരിക്കൻ സെൻട്രിക് വേൾഡിൽ നിന്ന് ഒരു ഇന്ത്യൻ സെൻട്രിക് വേൾഡിലേക്കുള്ളൊരു പരിവർത്തനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. തീർച്ചയായിട്ടും. കാരണം ഒരു പാശ്ചാത്യമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട്. അതായത് യൂറോ സെൻട്രിക് ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ളൊരു ആക്രമണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളാണ് ശരി, നിങ്ങൾ തെറ്റാണ്, ഞങ്ങളാണ് ഉന്നതർ, നിങ്ങൾ താഴെയുള്ളവരാണ്, ഞങ്ങളുടേതാണ് സംസ്കാരം, നിങ്ങളുടേത് സംസ്കാരമേ അല്ല എന്ന് വരുത്തി തീർക്കാൻ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം വളരെ ആസൂത്രിതമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ചില ഇൻഡെക്സുകൾ ചർച്ചാ വിഷയമാകാറുണ്ട്. ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഡെമോക്രസി ഇൻഡെക്സ്, ഫ്രീഡം ഇൻഡെക്സ്, പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, പൊളിറ്റിക്കൽ ഇൻഡെക്സ്, ഇങ്ങനെ ഒത്തിരി ഇൻഡെക്സുകൾ വരുന്നു. എന്നിട്ട് ഈ ഇൻഡെക്സുകളെ പിടിച്ചുകൊണ്ട് ചർച്ച ആരംഭിക്കുകയാണ്, നിങ്ങൾ വളരെ പുറകിലാണ് എന്ന്. ഇത് ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഭാരതം ബംഗ്ലാദേശിനേക്കാൾ പുറകിലാണ്, പാകിസ്ഥാനേക്കാൾ പുറകിലാണ്, ചൈനയേക്കാൾ പുറകിലാണ്, കൊറിയയേക്കാൾ പുറകിലാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഇൻഡെക്സുകൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഈ ഇൻഡെക്സുകൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകളാണ്. ഇതിൻ്റെ പിന്നിലൊരു വലിയ കൃത്യമായ അജണ്ടയുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതായത് ഇൻ്റർനാഷണൽ ഇൻഡെക്സുകളൊക്കെ നടത്തുന്നത് ആരാണ്? ഈ ഇൻഡെക്സുകളുടെ എല്ലാം പുറകിൽ ഫോർഡ് ഫൗണ്ടേഷൻ, ജോർജ് സോറോസ് എന്ന് തുടങ്ങി യൂറോപ്പിലെ രാജ്യങ്ങൾ വരെയുണ്ട്. ഇപ്പം നോർവേ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെടുത്തിയാണല്ലോ കഴിഞ്ഞ ദിവസം ഈ കോലാഹലങ്ങളൊക്കെ പുറത്തു വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നോർവേ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയിലെ 750 ജില്ലകളിൽ ഒരു ജില്ലയായ മലപ്പുറം ജില്ലയുടെ അത്രയും ജനസംഖ്യയുള്ളൂ. നോർവേയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള 16 ജില്ലകൾ ഇന്ത്യക്കകത്തുണ്ട്. അപ്പോൾ അവിടെ ആകെ ജേർണലിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 8800. ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളുടെ എണ്ണം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ എണ്ണം 1,40,000.
ആ 1,40,000 സ്ഥാപനങ്ങളിൽ 10 പേര് വീതം പണിയെടുക്കുന്നു എന്ന് കണക്കാക്കിയാൽ പോലും 14 ലക്ഷം ജേർണലിസ്റ്റുകളുള്ള ഇന്ത്യയോടാണ് 8,800 ജേർണലിസ്റ്റുള്ള 55 ലക്ഷം ജനസംഖ്യയുള്ള നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള നോർവേ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല, അവഗണിച്ചു എന്നല്ലേ പറഞ്ഞത്. അതിനെ പിന്നെ എങ്ങനെയാണ് പരിഗണിക്കുക? എന്തിനാണ് പരിഗണിക്കുക? അപ്പോൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ മനസ്സില്ലാഞ്ഞിട്ടാണ്. കാരണം അതിനെയൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇന്ത്യയെ പോലെയുള്ളൊരു വൻ ശക്തിക്ക് ആവശ്യമില്ല. ഇവൻ ആരാ നരേന്ദ്രമോദിയോടും ഇവൻ ആരാ ഇന്ത്യയോടും ചോദ്യം ചോദിക്കാൻ? അപ്പോൾ അതിൻ്റെ മറുപടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട്, അവൻ പറഞ്ഞോളും മറുപടി, അത്രയേ ഉള്ളൂ. കേരളത്തിലെ പാലാക്കാരൻ ഒരു CBI മറുപടി പറഞ്ഞു, അത്ര മതി. വളരെ മനോഹരമായിട്ടുള്ള മറുപടിയാണ്. പക്ഷേ ആ മറുപടി കേട്ടിരിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കാനുള്ളൊരു ഡെപ്ത് അവർക്ക് അവരുടെ ബുദ്ധിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു ആ ഒരു അസഹിഷ്ണുത. പക്ഷേ അവരെ പിന്തുണയ്ക്കാൻ, അവരെ ഫോളോ ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം പല ആൾക്കാരും ഉണ്ടായി. ഇത് സത്യത്തിൽ ഭാരതത്തിന് നേരെയാണ്. ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം ഈ അടുത്ത സമയത്ത് നശിച്ചു പോയ ഒന്നെന്നല്ല അവർ പറയുന്നത്. കാലാകാലങ്ങളായി പ്രസ് ഫ്രീഡം ഇല്ല, ഇന്ത്യക്കാർ വളരെ മോശക്കാരാണ്. ഇന്ത്യ എന്ന രാജ്യം തന്നെ ഉണ്ടായത് 47-ന് ശേഷമാണ്. ഇന്നും ചില സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇയാൾ എങ്ങനെയാണ് ഭാരതം എന്ന് പറയുന്നത്? 47-ന് ശേഷമാണല്ലോ, അതിന് മുമ്പേ ഉണ്ടായിരുന്നത് രാജാക്കന്മാർ മാത്രമല്ലേ? അതിന് മുമ്പുണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്തുള്ള രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതിയും ശൈലിയും പോലും ഭാരതത്തിലുണ്ടായിരുന്നുള്ള കാര്യം പോലും ഇവർ തിരിച്ചറിയാതെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ആധുനിക, അതായത് ബ്രിട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറുത്ത ബ്രിട്ടീഷുകാരെ തിരഞ്ഞെടുക്കുന്നതിന് മാക്കുലെ പ്രവർത്തിച്ച ആ വിദ്യാഭ്യാസ രീതി വിജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കിക്കൂടെ? കേരളത്തിൽ നമുക്ക് ഇപ്പോഴെങ്കിലും ഈ അടുത്ത സമയത്തും ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. കോളനികൾക്ക് സ്വാതന്ത്ര്യം സമരം ചെയ്തു മേടിച്ചു എന്നൊക്കെയാണ് പലരും പറയുന്നത്, ഇന്ത്യ അടക്കം. സത്യത്തിൽ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ലായിരുന്നു, അവരിട്ടിട്ട് ഓടിയനെ, അത്രയേ ഉള്ളൂ. അതെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2ാം ലോകമഹായുദ്ധത്തിൽ സാമ്പത്തികമായി തകർന്നു പോയ ഈ കൊളോണിയൽ ശക്തികൾക്ക് കോളനി ഭരിച്ചുകൊണ്ട് നടക്കാനുള്ള മാൻ പവറില്ല, മണി പവറില്ല, യാതൊരു സംവിധാനമില്ല. അപ്പോൾ അവർ ഇട്ടിട്ടോടിയതാണ്. ആ ഇട്ടിട്ടോടിയതാണെന്നുള്ളതിൻ്റെ തെളിവാണ് 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് മാത്രമല്ലെന്ന് സ്വാതന്ത്ര്യം കിട്ടി, എത്രയോ രാജ്യങ്ങൾക്ക് കിട്ടി. 1947-48 വർഷങ്ങളിലായിട്ട് ലോകം മുഴുവൻ പരിശോധിച്ചാൽ 100ഓളം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ആ 100 രാജ്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? മഹാഭൂരിപക്ഷം അടുത്ത് സ്വാതന്ത്ര്യ സമരം നടന്നിട്ട് പോലുമില്ല, അല്ലാതെ കിട്ടി. കാരണം എന്താ? ഗതികേട് കൊണ്ട് ഇട്ടിട്ട് പോയതാണ്. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ പിന്നിലൊരു വേറൊരു തന്ത്രമുണ്ട്. ഇനി നമുക്ക് അവിടെ മനുഷ്യനെ അയക്കേണ്ടതില്ല, മിലിറ്ററി അയക്കേണ്ടതില്ല, നമുക്കവിടെ ഒരു ഗവൺമെൻറ്റിനെ ഓൺ ചെയ്യേണ്ടതില്ല. മറിച്ച് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവിടുത്തെ പ്രസ്, അവിടുത്തെ ബുദ്ധിജീവികൾ ഇവരെല്ലാം നമ്മുടേതായി കഴിഞ്ഞു. 150 വർഷം നീണ്ടു നിന്ന തലമുറകളെ പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞ അടിമത്തം വിദ്യാഭ്യാസ രംഗത്ത്, ചിന്താരംഗത്ത്, ബൗദ്ധിക മേഖലയിൽ വിജയകരമായി നടപ്പാക്കിയതിന് ശേഷമാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. അതായത് വന്ധ്യംകരിച്ച് കഴിഞ്ഞ് ഇണ ചേർന്നോളാൻ പറയുന്ന പോലെയാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പം വന്ധ്യംകരിക്കുക, സാംസ്കാരികമായി, പാരമ്പര്യമായി, ധാർമ്മികമായി, ചരിത്രപരമായി വന്ധ്യംകരിക്കപ്പെട്ട ഈ രാജ്യങ്ങളോടാണ് സ്വാതന്ത്ര്യം എടുത്തോളാൻ പറഞ്ഞത്. അവൻ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴും അതാണ്. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇനി പേടിക്കാനില്ല. കാരണം ഭാരതം എന്ന് പറയുന്ന രാജ്യം സ്വന്തം സ്വത്വത്തിൽ, സ്വന്തം അടിത്തറയിൽ തലയുയർത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഭാരതത്തിൻ്റെ പുറകെ നിൽക്കാൻ നിരവധി രാജ്യങ്ങൾ വരും. ഇപ്പം ഇസ്രായേലുണ്ടല്ലോ, ഇതുപോലെ പല രാജ്യങ്ങളും വരും. അതുകൊണ്ട് അവരുടെ ആ ലക്ഷ്യം ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം പലരും ഭാരതത്തെ കണ്ടുപഠിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കാര്യമായ രീതിയിലുള്ള പരിവർത്തനം നടന്നു. പല രീതിയിലുള്ള എതിർപ്പുകളും അവഗണിച്ചിട്ട് പോലും
ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞു. ചരിത്രത്തിൽ നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം രൂപപ്പെടുത്തുന്ന ജിഹാദികൾ പോലും ഉണ്ടായിരുന്നു. പലരും ആ പേര് മറന്നു പോയിട്ടുണ്ടാകും. മൗലാന അബ്ദുൽ കലാം ആസാദ് പുറത്ത് പറയാൻ, പേര് പറയാൻ ഒരു ഭയവും തോന്നുന്നില്ല. അത്തരത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോം ചെയ്തത്. ഇന്ന് അതിൽ കാര്യമായ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. വലിയ ഒരു പരിവർത്തനം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ട്. ഇനി നമ്മൾക്ക് എത്ര നാളെടുക്കും പൂർണ്ണമായ രീതിയിൽ ഇവരുടെ തലച്ചോറൊന്ന് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ 2030, ഞാൻ മോശമായ അർത്ഥത്തിൽ പറഞ്ഞതല്ല, മനസ്സിലായി. 2030 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അവിടെ മുതൽ ഇന്ത്യയുടെ ശരിയായിട്ടുള്ള ചരിത്രം എന്താ, ശരിയായിട്ടുള്ള സയൻസ് എന്താ, ആർട്സ് എന്താ, ഇതെല്ലാം തന്നെ പഠന വിധേയമാവുകയും പാഠ്യവിഷയമാവുകയും ചെയ്യും. അപ്പോൾ 2030 ശേഷമുള്ള ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് നളന്ദയുടെയും തക്ഷശിലയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഭാരതം എത്രമാത്രം ആരാധ്യമായിരുന്നോ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു സംസ്കാരമുണ്ടെന്നും നമുക്ക് നമ്മുടേതായ സയൻസ് ഉണ്ടെന്നും നമുക്ക് നമ്മുടേതായ ചരിത്രം സത്യസന്ധമായത് ഇതാണ് എന്നും ബോധ്യപ്പെടുന്നൊരവസരം വരും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ വർഗീയ പാർട്ടി എന്ന് പറയും. ഏതെങ്കിലും ഒരു പാർട്ടിയെ നമ്മൾ വർഗീയ പാർട്ടി, ഫാസിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിളിക്കുന്നു. അത് ഏത് പാർട്ടി ആവട്ടെ, ഏത് രാജ്യത്തും ആട്ടെ. അങ്ങനെ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ, ഏറ്റവും വലിയ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത, അതിനെ ന്യായീകരിച്ച ഒരു പാർട്ടിയല്ലേ നമ്മൾ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയാം. അതിപ്പോൾ ഇന്ത്യയിലാവട്ടെ, ജർമ്മനിയിലാവട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആവട്ടെ. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ വർഗീയമായ ചേരിതിരിവ് നടത്തിയ, വർഗീയതയുടെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ 2-3 കഷണങ്ങളാക്കി വെട്ടിമുറിച്ച, ആ വെട്ടിമുറിക്കപ്പെട്ട അതിർത്തിക്ക് ഇരുവശവും നിന്ന് ജനലക്ഷങ്ങൾ പൊരുതി മരിച്ച, തലതല്ലിക്കീറി മരിച്ച ഒരു സംഭവത്തിൻ്റെ ഉടമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അവരെ പോലെയുള്ളവർ ഇന്ന് മറ്റുള്ളവരുടെ നേരെ തിരിഞ്ഞ് നിന്നിട്ട് BJPയുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾ ഫാസിസ്റ്റാണെന്ന് പറയുമ്പോൾ ചരിത്രം പഠിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഇന്ത്യ വിഭജനത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുത്ത് വെച്ചിട്ട് ഇന്ത്യ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരിക്കണം ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്. ഇതിപ്പോൾ പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ചരിത്രത്തിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്കിത് തെളിയിക്കാൻ കഴിയും. മാത്രമല്ല സിഖ് കൂട്ടക്കൊല, ഈ തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകം കണ്ട ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും. ഇതൊക്കെ ചരിത്രപരമായി പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇനി ഇന്ത്യ സഖ്യം, കോൺഗ്രസ് സഖ്യങ്ങളായി, പിന്നീട് ഇന്ത്യ സഖ്യങ്ങളായി, മറ്റു പല സഖ്യങ്ങൾ അവർ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഇന്ത്യ പ്ലസ് ISI ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇന്ത്യ പ്ലസ് ISI എന്നൊന്നും കുറച്ച് പ്ലസ് ഒന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെയും ISIയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഇന്ത്യയെ പലതായിട്ട് ശിഥിലീകരിക്കുക. ഇപ്പോൾ കട്ടിങ് സൗത്തൊക്കെ വരുന്നുണ്ടല്ലോ. കട്ടിങ് സൗത്തിന് എതിരെ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം മിണ്ടാത്തത്? അത് അവരുടെ അജണ്ടയാണ്. അപ്പോൾ ഇന്ത്യ ഇനിയും പലതായിട്ട് മുറിക്കണം. തെക്കേ ഇന്ത്യ ഒരു കഷ്ണമാക്കണം, വടക്ക് കിഴക്കൻ ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് വേറൊരു കഷ്ണമാക്കണം, ഈ പറഞ്ഞ പോലെ കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളെ വേണമെങ്കിൽ അവർക്ക് മറ്റൊരു രാജ്യമാക്കണം. ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ ഇതിനുള്ളിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയെ വെട്ടിമുറിച്ചത് പോരാ, ഇനിയും മുറിക്കണം എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വലിയ വളരെ നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ചില സമരങ്ങളൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അതായത് ഗോക്കളെ കൊല്ലാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഹിന്ദുക്കളെ കൊല്ലും, ഗോക്കളെ കൊല്ലാൻ അനുവദിച്ചില്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലും. ആരും ഒരാൾ പോലും അതിനെതിരെ ശബ്ദമുയർത്തുന്നതായിട്ട് കേട്ടില്ല. ഹിന്ദുക്കളെ കൊല്ലുന്നത് അത് വളരെ നിസ്സാരമായ കാര്യമാണെന്നോ അല്ലെങ്കിൽ ജനാധിപത്യപരമാണെന്നോ ഉള്ള ഒരു ആശങ്കയിലാണോ അല്ലെങ്കിൽ ഉറപ്പിന്മേലാണോ ഇവരാരും തന്നെ സംസാരിക്കാത്തത്? ആര് സംസാരിക്കാത്തത്? ഇപ്പം നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന ആൾക്കാർ അങ്ങോട്ട് നേരത്തെ നോക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ നോക്കിയിട്ടില്ല, ലിബറൽസ് നോക്കിയിട്ടില്ല, കോൺഗ്രസിൻ്റെ ആരും തന്നെ നോക്കിയിട്ടില്ല. ജനാധിപത്യമെന്ന് എപ്പോഴും വടക്കോട്ട് നോക്കി സംസാരിക്കുന്ന ആരും തന്നെ സംസാരിച്ചിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. അതിൻ്റെ കാരണം ഈ പറയുന്ന ഇവരൊക്കെ തന്നെ അവരുടെ ആർമിയിലെ സോൾജിയേഴ്സാണ്. അതായത്
ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പാക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്വന്തം സംഘടനകളുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗുണ്ട്, PDP ഉണ്ട്, അതുപോലെ SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, INL ഉണ്ട് എന്ന് പറയുന്നത് പോലെ അവരുടെ ആർമിയിൽപ്പെട്ടവരാണ് സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, സിനിമാ നിർമ്മാതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതിവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഉപ്പും ചോറും തിന്ന് അവരുടെ അവാർഡും മേടിച്ച് അവർ കൊടുക്കുന്ന സാമ്പത്തിക സഹായവും വിദേശയാത്രയും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാമെങ്കിൽ അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് ചോദിക്കാം. അങ്ങനെ നിരോധിക്കാൻ ഇത് ചൈനയല്ല, കൊറിയയല്ല, ക്യൂബയല്ല, ജനാധിപത്യ ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഭരണഘടന തിരുത്തിയപ്പോൾ ഉണ്ടായതല്ല, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഭരണഘടന എഴുതിയപ്പോൾ ഉണ്ടായതുമല്ല. അതിനു മുൻപ് രാമായണ കാലഘട്ടത്തിൽ പോലും രാമനെ വിമർശിക്കുന്നവനെ മഹർഷി എന്ന് വിളിച്ച ഒരു പാരമ്പര്യം ഇവിടെയുണ്ട്, സംസ്കാരം ഇവിടെയുണ്ട്. ആ സംസ്കാരം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്. എന്താണ് കുഴപ്പം മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നാൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് കുഴപ്പം ഒരു മുസ്ലിം അല്ലെങ്കിൽ മലബാറിൽ നിന്നുള്ളൊരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണ് കുഴപ്പം? ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് മുസ്ലിം ലീഗ് ഇതുപോലെ സംസാരിക്കുമായിരുന്നില്ല. അന്ന് മുസ്ലിം ലീഗ് മതമാണ് എല്ലാമെന്നും ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ പിടിച്ചു മേടിച്ചു കൊടുക്കാനാണെന്നും CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ കാലത്ത് മുസ്ലിം ലീഗ് പറയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് പറയും. ഇന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ കോൺഗ്രസ് ഇല്ല. അന്ന് അതിനെ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അന്ന് BJP ഇല്ല, അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇന്ന് BJP മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിനെ അനുകൂലിക്കുകയാണ്. അതുകൊണ്ട് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. അതിന് കീഴടങ്ങിക്കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടി, അതായത് ഇപ്പോൾ വിജയുടെ രാജ്യവിരുദ്ധ അജണ്ടകൾക്ക് കീഴടങ്ങിയിട്ടാണെങ്കിലും ഒരു മന്ത്രിസ്ഥാനം 60 കൊല്ലത്തിനിടയ്ക്ക് വേണമെന്ന് പറയുന്ന കോൺഗ്രസിനെ പോലെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് ഫാമിലിക്ക് പാർലമെൻറ്റിലെത്തണമെങ്കിൽ മലപ്പുറത്തെ മുസ്ലിമിൻ്റെ പിന്തുണ വേണമെന്നറിയാവുന്നത് കൊണ്ട് മലപ്പുറത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്തു പറഞ്ഞാലും അതിനെ അനുസരിക്കുകയല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഗത്യന്തരമില്ല. ഇല്ലെങ്കിൽ അവർ പാർലമെൻറ്റ് കാണില്ല. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാകാത്തതാണോ, അല്ലെങ്കിൽ അദ്ദേഹവും അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങുമോ? എന്തായിരിക്കും കേരളത്തിലെ അടുത്ത 5 വർഷത്തെ ഒരു ഭാവി എന്തായിരിക്കും? അല്ല, വടശ്ശേരിയിൽ ദാമോദര മേനോൻ എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം എന്താ? അല്ല, ആ പേര് പറയുന്നത് അദ്ദേഹം ഒരു താൻ ഇന്നതും കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പോലെ, ഒരു പ്രകടനം പോലെ തോന്നുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ പ്രകടനം? താനൊരു ഹിന്ദുവും കൂടിയാണ്, അല്ലെങ്കിൽ താനൊരു നായരും കൂടിയാണ്, തനിക്ക് ലീഗിനോടുള്ള വിധേയത്വം ഇല്ല എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുവാനോ അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കും കേരളം പോകുന്നത്? അല്ല, അവിടെ ഇദ്ദേഹം എന്തു പറഞ്ഞാലും ലീഗിൻ്റെ പോക്കറ്റിൽ ഇരുന്നുകൊണ്ട് പറയുക. അത് ലീഗിനറിയാം. എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇനി ഇയാൾ BJPക്കാരനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ VD സതീശൻ BJPക്കാരനാണെന്ന് പറഞ്ഞാലും ലീഗിന് ഒരു കുഴപ്പമില്ല. ലീഗിൻ്റെ അജണ്ട ഇയാൾ നടപ്പാക്കും. ആ കാര്യത്തിൽ നേരത്തെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ ഇവർ പേടിപ്പിച്ചത്. അതായത് നിങ്ങൾ പാർലമെൻറ്റ് കാണണമെങ്കിൽ, പ്രിയങ്ക അല്ലെങ്കിൽ രാഹുൽ പാർലമെൻറ്റ് കാണണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആളെ അങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ ചക്ഷുശ്രവണ ഗളസ്തമാം ദുർദുരം എന്ന അവസ്ഥയിലിരിക്കുന്ന VD സതീശൻ എന്തെല്ലാം പറഞ്ഞാലും പാമ്പിനറിയാം ഇവൻ എൻ്റെ വായിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഈ ഇരുട്ടിൻ്റെ മറപറ്റി നമ്മളിപ്പം പ്രഭാതം അടുക്കുന്ന സമയത്താണ് ഇരുളിന് കൂടുതൽ ശക്തി ആവുന്നതെന്ന് പറയുന്നു. ഭാരതത്തിൻ്റെ ഒരു പരമവൈഭവം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഇരുളിന് ശക്തി ഉണ്ടാകാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇരുൾ എത്ര നാൾ കൂടി ഇവർക്കിങ്ങനെ തുടരുവാൻ കഴിയും? അതായത് ഈ അണയുന്നതിന് മുമ്പ് ആളിക്കത്തും എന്ന് പറയല്ല, ആ ആളിക്കത്തലാണ് ഇപ്പോൾ കാണുന്നത്. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. 100 വർഷം മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതേ 100 വർഷം മുമ്പ് ആരംഭിച്ചതാണ് RSS. അതിന് 40 വർഷം കൂടി മുമ്പ്, 140 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 100 വർഷം മുമ്പ് ഇവിടെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം 100 വർഷത്തിന് ശേഷം നോക്കൂ, ആരാ അവശേഷിക്കുന്നത്?
BJP, RSS. അപ്പോൾ ഭാരതത്തിൻ്റെ ഭാരതീയതയോട് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നത് മാത്രമേ അവശേഷിക്കൂ എന്ന് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 100 വർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അതിന് മുമ്പുള്ള കാലവും കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ദേശീയത അത് കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് അധികാരത്തിലിരിക്കുന്നു. ലോകവന്ധ്യമായ രീതിയിലാണ് അധികാരത്തിലിരിക്കുന്നത്, ദയനീയമായ രീതിയിലല്ല. അതായത് ഭാരതത്തിൻ്റെ വാക്ക് കാതോർത്ത് നിൽക്കുകയാണ് ലോകം മുഴുവൻ. ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇന്ത്യ എന്ത് പറയുന്നു അല്ലെ പറയുന്നില്ല, ഇതാണ് ചിന്തിക്കുന്നത്. ഈ ഒരു അവസ്ഥ ഇന്ത്യക്ക് കിട്ടിയെന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഇനി ഭാരതത്തിൻ്റെ യുഗം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയ യുഗപ്പിറവിക്ക് വേണ്ടിയിട്ട്, പുതിയ ഒരു എന്താ പറയുക, യുഗ സംക്രമണത്തിന് വേണ്ടിയിട്ട് നമസ്കാരം പറയുന്ന ലോകം ആയി മാറിക്കഴിഞ്ഞു. ഇനി വസുധൈവ കുടുംബത്തിലേക്ക് എത്ര വിശ്വം ഭവത്യേക നീടം എന്നൊക്കെ ഭാരതം പറയുന്ന തരത്തിലേക്ക് മാറുന്ന ലോകം. ആ മാറുന്ന ലോകത്തിനൊപ്പം കേരളത്തിനും മാറാൻ കഴിയട്ടെ. അതെ, യെസ്. കൈ